അമ്മാവ, ഇതിനെത്രയാ വില? അതാണ് ഞങ്ങളുടെ കമ്പനിയുടെ പ്രത്യേകത. ഉപയോഗിച്ച് പ്രയോജനമുണ്ടെന്ന് തോന്നിയാൽ മാത്രം പൈസ തന്നാൽ മതി. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും വരും. ഇതാ സാമ്പിൾ ഫ്രീ. നിങ്ങളുടെ കയ്യിലെന്താ? എന്റെ കയ്യില് ഒന്നുമില്ല. എന്നാ പിന്നെ മറ്റേ കയ്യിലോ? മറ്റേ കയ്യിലെന്താ? ഒന്നുമില്ല. ആഹാ, എന്നാ പിന്നെ ഈ കൈ കാണിച്ചേ. ഈ കയ്യിലൊന്നുമില്ലല്ലോ. അതല്ല, ആ കൈ കാണിക്കാൻ. അതല്ലേ ആദ്യം ഈ കൈ കാണിച്ചത്. എന്നാ പിന്നെ രണ്ട് കൈ അങ്ങോട്ട് കാണിക്കേ. രണ്ട് കൈയും കാണണോ? എന്റെ കയ്യിലൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ. ആകെ ഉള്ളത് ഒരു രേഖയാ, നിന്നെ കെട്ടിയ പിന്നെ വന്ന കഷ്ടകാല രേഖ. എന്നാ പിന്നെ കാണിച്ചേ. അത്രക്കാണെങ്കിൽ കണ്ടോ, ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കേ. മരുന്നോ നല്ല മരുന്ന്, അരമരുന്ന്, പൊടിമരുന്ന്, വാട്ടുമരുന്ന്, നീറ്റുമരുന്ന്. മരുന്നോ നല്ല മരുന്ന്, അരമരുന്ന്, പൊടിമരുന്ന്, വാട്ടുമരുന്ന്, നീറ്റുമരുന്ന്. മരുന്നോ നല്ല മരുന്ന്. അമ്മാ, നല്ല മരുന്ന് ഇருக்கு. മരുന്ന്. ആഹാ, മരുന്നോ? എന്ത് മരുന്ന്? എല്ലാത്തിനും മരുന്നിരിക്കമ്മാ. തലവേദന, ജലദോഷം, തരിതരിപ്പ്, പിരിപിരിപ്പ്, എന്ത് അസുഖത്തിനും മരുന്നിരിക്കമ്മാ. അതൊന്നും വേണ്ട. ഈ ദൈവവിചാരം കൂടാൻ പറ്റിയ വല്ല മരുന്നുണ്ടോ? ഉണ്ടമ്മാ, ഉണ്ട്. இந்த ലേഹ്യം കഴിച്ചാ ചീത്ത വിചാരങ്ങളെല്ലാം മാറി മനസ്സ് ശുദ്ധമായിടും അമ്മ. കടവുൾ കടവുൾ എന്ന ഒറ്റ വിചാരം മാത്രമായിരിക്കും അമ്മ. ഇതിൽ എന്നാ ചേർത്തിരിക്കെന്ന് തെരയുമാ? കടുക്ക. എന്നാ പിന്നെ ആ ലേഹ്യം ഒന്ന് ഇങ്ങോട്ട് തന്നെ. മനസ്സിൽ എപ്പോഴും ദൈവവിചാരം ഉള്ളത് നല്ലതാ, അല്ലേ കൊച്ചേ? ആമമ്മ, ആമമ്മ. ഇതാ പുടിങ്ക. ഒരാഴ്ച കളിഞ്ച് ഞാൻ വര. இந்த മരുന്ന് കളിച്ച് പ്രയോജനമുണ്ടെങ്കിൽ നീങ്ക சொல்லണം. എന്നാ നീ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നോ, ഞാനൊന്ന് നോക്കട്ടെ. ഒരാഴ്ചയ്ക്ക് ശേഷം ആ വീട്ടിലെ ഒരു പ്രഭാതം. അമ്മാവോ, ഞാൻ വന്നു. അമ്മാ, അമ്മാ, ഞാൻ വന്നിട്ടേമ്മാ. അമ്മാ, ദാ വരുന്നു കാക്കാത്തി. നീ തന്ന മരുന്ന് ഞാൻ പ്രയോഗിച്ചു, നല്ല എഫക്റ്റാ, കൊള്ളാം. ഇവനാരാ? ഞാൻ പോസിറ്റീവ് പവർ എക്സ്ട്രാ കമ്പനിയിൽ നിന്ന് വരുന്ന റെപ്രസെന്റേറ്റീവ് ആണ്. ഇവിടുത്തെ അമ്മാവന് എന്റെ കമ്പനിയിൽ നിന്ന് ഞാനൊരു മരുന്ന് കൊടുത്തു. അമ്മാവോ, അമ്മാവോ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. നാരായണ നാരായണ, ശിവ ശിവ. നീ വന്നോ? സാർ, ഇതെന്ത് പറ്റി? സാറിനെ കാണാൻ അടിപൊളിയായിരുന്നല്ലോ. എന്ത് പറ്റി സാർ, പറയൂ പ്ലീസ്. ഞാൻ തന്ന മരുന്ന് കഴിച്ചില്ലേ? എടോ, എനിക്ക് വേണ്ടിയല്ല ആ മരുന്ന് ഞാൻ വാങ്ങിയത്. ഇവൾക്ക് വേണ്ടിയാ. ഇവളെ പോസിറ്റീവ് പവർ എനർജി ആക്കാൻ വേണ്ടിയാ ഞാൻ ഈ ബുദ്ധിമുട്ടൊക്കെ നടത്തിയത്. അവസാനം എൻ്റെ എനർജി പോയി. ഗ്യാസിന്റെ അസുഖത്തിനാണെന്നും പറഞ്ഞ് ഇവളെന്നെ ഏതോ ഒരു മരുന്ന് കുടിപ്പിച്ചു. അത് പിന്നെ ഞാൻ ഈ കോലത്തിലുമായി. അതിനാ ഞാൻ ഈ കാക്കാത്തി തന്ന മരുന്ന് നിങ്ങൾക്ക് തന്നത്. ശല്യം കുറഞ്ഞു കിട്ടുമല്ലോ. പിന്നെ ഈ വയസ്സാങ്കാലത്ത് ദൈവവിചാരമായിട്ട് ഇരുന്നോളൂല്ലോ. അപ്പോൾ ഞാൻ തന്ന മരുന്ന് എവിടെ? അതാരാണ് കഴിച്ചത്? നേരാണല്ലോ, നീ തന്ന മരുന്ന് കുപ്പിയിലെ മരുന്ന് മുഴുവൻ തീർന്നിട്ടുണ്ട്. ശിവ ശിവ, അതിപ്പോ ആരാണാവോ കഴിച്ചത്? എന്നാ പിന്നെ നീ ആയിരിക്കും കഴിച്ചത് അല്ലേ? എന്റെ ഈശ്വര, മരുന്നോ? അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ പിന്നെ പോസിറ്റീവ് പവർ മരുന്ന് കഴിച്ചത് ആരാ? മോനെ ദാമോദര, ഒരാഴ്ച കൊണ്ട് എന്റെ അസുഖങ്ങളൊക്കെ മാറി. ഇനിയൊരു 3-4 ടൈപ്പ് വേലക്കാരികളെ കൂടി ഇവിടെ നിർത്തിയാൽ ഞാൻ ഹാപ്പിയാവും. ഹാപ്പി ഹസ്ബൻഡ്. ഇതാണ് ഞങ്ങളുടെ മരുന്നിന്റെ ഗുണം. ചുമ്മാ ചൊല്ലാതെ, കുണുങ്ങി പാടാതെ,